റോഡിൽ കുളം പണിയാമെന്ന് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞത് ഓർമ്മയില്ലേ പ്രേക്ഷകർക്ക്? തലസ്ഥാനത്തെ വണ്ടിത്തടം പുഞ്ചക്കരി റോഡിലെത്തിയാൽ ആ കാഴ്ചയുണ്ടല്ലോ, നേരിൽ കാണാം. കാൽനട യാത്രക്കാർക്ക് പോലും കുളമാക്കിയ വണ്ടിത്തടത്തെ റോഡുകൾ അവിടെ കാണാം. തകർന്ന് 3 വർഷമായി, പക്ഷേ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പോയാലും കാണാം കേട്ടോ. മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലെ ജനങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. ചെറുതും വലുതുമായ കുഴികൾ, മിക്കതിനും പാതാളം വരെ താഴ്ച, മഴ സമയങ്ങളിൽ രൂപപ്പെടുന്ന ചെറു ജലാശയങ്ങൾ, കണ്ണൊന്നു തെറ്റിയാലുള്ള ആശുപത്രിവാസം, സവിശേഷതകൾ നിറഞ്ഞ വണ്ടിത്തടം, പാലപ്പൂര്, പാപ്പൻചാണി, പുഞ്ചക്കരി റോഡ് അതിസാഹസികരുടെ പറുദീസയാണ്. വണ്ടിത്തടത്തു നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ കുഴി കൃത്യമായി ഉണ്ടെന്നവർക്ക് പ്രദേശവാസികളുടെ വക ലൈഫ് ടൈം സെറ്റിൽമെന്റ്. 3 വർഷമായി ഈ ഓഫർ നിലവിലുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലെ ജനപ്രിയ പദ്ധതി അവസാനിപ്പിക്കരുതെന്ന് നാട്ടുകാർ. 8 വർഷം കൂടി ഇവിടെ മുതൽ കണ്ണങ്കോട് ജംഗ്ഷൻ വരെ പ്രശ്നമാണ്. സ്ഥിരം പറഞ്ഞെനിക്ക് അറിയാം, അവരത് കണക്കാക്കി പോകും. അല്ലാതെ അറിഞ്ഞൂടാതെ പറഞ്ഞവർ ചാടിക്കും. ഇതൊന്നും നമുക്ക് കുളം പോലും തോറ്റു. വണ്ടിയിലൊക്കെ പോകുമ്പോൾ പേടി തോന്നും. ഇങ്ങനെ അലഞ്ഞരഞ്ഞു പോകും. എഞ്ചിനീയറിംഗ് കോളേജിലേക്കും സ്കൂളിലേക്കും നിരവധി വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന വഴിയാണിത്. KSRTC ബസ്സുകൾ വേറെയും. അമ്യൂസ്മെന്റ് പാർക്കിന് വെല്ലുന്ന പാതയിലൂടെയുള്ള സഞ്ചാരം യാത്രക്കാർക്ക് ഹരമായിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ഇതുവരെ വെള്ളം കാണുക. മന്ത്രി ശിവൻകുട്ടിയുടെ വാർഡും കൂടെയാണ്. രാത്രിയായാൽ വെളിച്ചവും കുറവാണ്. അവരടുത്ത് പറയുമ്പോൾ മറ്റവരെ കുറ്റം പറയും, മറ്റവരടുത്ത് പറയുമ്പോൾ അവരെ കുറ്റം പറയും. നമ്മൾ മരത്തിൽ പൊതുജനങ്ങൾ വെറും മണ്ടര്. UDF-നും LDF-നും BJP-ക്കും ഇവിടെ ഉത്തരവാദിത്വമുള്ള സ്ഥലം പരസ്പരം പഴിചാരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളാണ്. ഈ അവസ്ഥയിൽ പോലും നികൃഷ്ടമായ രീതിയിൽ മാലിന്യം 2 സൈഡിലും കൊണ്ട് തള്ളുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഇതുവഴി നടന്നു പോയാൽ രോഗം പിടിക്കുമെന്നുള്ള 100% ഉറപ്പാണ്. തെരുവ് വിളക്കില്ലാത്തതിനാൽ ഈ മേഖലയിലെ നൈറ്റ് ലൈഫ് മറ്റൊരു ലെവലാണ്. ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളൽ, സാമൂഹിക വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം പുഞ്ചക്കരിയിലെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പാടെന്ന് മാത്രമല്ല, വണ്ടി ആഴ്ചയിൽ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയാണ്. പിന്നെ വിജനാണ്, കണ്ടില്ലേ? സന്ധ്യക്കൊക്കെ നമ്മളെ പോലുള്ള ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര പാടാണ്. വഴി സ്കൂൾ കുട്ടികളും രാവിലെ വയസ്സായവരൊക്കെ പോകും. ഈ ചെറുകിട കർഷകരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പോകുന്ന കാണുമ്പോൾ കഷ്ടം തോന്നും. കാര്യം കുഴി അറിയില്ല. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ഇവിടുത്തുകാർ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓടയടക്കം പണിത് റോഡ് ഉയർത്തി പാത പുനർനിർമ്മിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.